വിഷം കഴിച്ച നിലയിൽ ബിനുവിനെ വിതുര താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. ഈ സമയം വിതുര താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസിന് ഇൻഷുറൻസ് ഇല്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ബിനുവിനെ ഈ ആംബുലൻസിൽ കയറ്റി. എന്നാൽ ആംബുലൻസ് വിട്ടയക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. തുടർന്ന് ആശുപത്രി ജീവനക്കാരും ബിനുവിന്റെ ബന്ധുക്കളും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർ മാറിയ ശേഷമാണ് ആംബുലൻസിന് പോകാൻ കഴിഞ്ഞത്. ആംബുലൻസ് തടഞ്ഞിട്ടത് കാരണം ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വൈകിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം അവർ ആ വാഹനം തടഞ്ഞ് അവിടെ ഇട്ടിരുന്നു. പക്ഷേ ആ അരമണിക്കൂർ വാഹനം അവിടെ ഇട്ടിരുകയും 20 മിനിറ്റിന് മുമ്പ് ഈ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഈ വിനുകുമാറിനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ വരുന്നത്. മന്ത്രി OR കേളു ബിനുവിന്റെ വീട് സന്ദർശിച്ചു. കോൺഗ്രസിന്റെ സമരത്തെ മന്ത്രിയും വിമർശിച്ചു. സാധിക്കുമായിരുന്നിട്ട് പോലും ഒരു സമരം കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആംബുലൻസിലെയും ആംബുലൻസിൽ കിടക്കുന്ന രോഗിയെയും തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നമുക്കിത് ഒരു ശരിയല്ലാത്ത ഒരു പ്രവൃത്തി തന്നെയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം പ്രതിഷേധത്തിന് ശേഷമാണ് ബിനുവിനെ വിതുര ആശുപത്രിയിൽ കൊണ്ടുവന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്ന വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.